കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്നീ പറയുന്ന ഈ ചാപ്റ്ററിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോർപ്പറേഷൻ്റെ ഡെഫിനിഷൻസിനെ കുറിച്ചാണ്. കോർപ്പറേഷൻ്റെ വ്യത്യസ്തമായ നിർവചനങ്ങളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് നിർവചനങ്ങളുണ്ട്. ആ നിർവചനങ്ങളിലേക്കോ ആ ഡെഫിനിഷൻസിലേക്കോ ഒന്നും നമ്മൾ പോകുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡെഫിനിഷൻസുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിനു മുമ്പ് നമുക്ക് മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുണ്ട്, കോർപ്പറേഷൻ്റെ സ്കൂൾ ഓഫ് തോട്ട്സുകളെ കുറിച്ച്. അതായത് കോർപ്പറേഷനിൽ കുറേ കോപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഒരുപാട് കോപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ഹൊറൈസ് പ്ലങ്കറ്റ്, റോബർട്ട് ഓവൻ, ഷൂൾസ് ഡെലിസ്, റൈഫിസൺ, ഇങ്ങനെ ഒട്ടനവധി കോപ്പറേറ്റേഴ്സ് ഉണ്ട്, സഹകാരികളുണ്ട്. ഇവർക്കൊക്കെ വ്യത്യസ്തമായ വ്യൂ പോയിന്റുകളാണ് കോർപ്പറേഷനെ കുറിച്ചുള്ളത്. ആ വ്യൂ പോയിന്റുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട്, ആ തത്വചിന്തയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 3 സ്കൂൾ ഓഫ് തോട്ടുകളായിട്ട് കോർപ്പറേഷനെ തിരിച്ചിട്ടുണ്ട്. 3 സ്കൂൾ ഓഫ് തോട്ടുകളായിട്ട് കോർപ്പറേഷന്റെ മൊത്തം തത്വചിന്തകന്മാരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ കോർപ്പറേറ്റേഴ്സിനെ ഏതൊക്കെ രീതിയിൽ നോക്കിക്കാണുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് 3 സ്കൂൾ ഓഫ് തോട്ടുകളാണ് കോർപ്പറേഷനിലുള്ളത്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഈ 3 സ്കൂൾ ഓഫ് തോട്ടുകളെ കുറിച്ചാണ്, തോട്ട്സുകളെ കുറിച്ച്. 3 സ്കൂളുകൾ ഉള്ളതിൽ ഒന്നാമത്തെ സ്കൂൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ ഓർ അതർവൈസ് നോൺ ആസ് കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂൾ. ഇപ്പോൾ ഒരു സ്കൂളിന്റെ പേര്, സ്കൂൾ ഓഫ് തോട്ടില് 3 സ്കൂൾ ഓഫ് തോട്ടുകളാണുള്ളത്. 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സിനെ എങ്ങനെ അവരുടെ വ്യൂ പോയിന്റിൽ നോക്കി കാണുന്നു എന്നത് ബേസ് ചെയ്തിട്ട് 3 സ്കൂളുകളായിട്ട് കോർപ്പറേഷന്റെ തോട്ടുകളെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂൾ, അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ എന്ന് പറയുന്നു. ഈ സ്കൂൾ ഓഫ് തോട്ടിലുള്ള കോപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് റൈഫിസൺ, ഷൂൾസ് ഡെലിഷ് ആൻഡ് ഹൊറൈസ് പ്ലങ്കറ്റ്, ഈ 3 പേരാണ്. കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളില്, കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂളില് ഈ 3 ഫേമസ് കോപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള റൈഫിസൺ ആയിക്കോട്ടെ, ഷൂൾസ് ഡെലിഷ് ആയിക്കോട്ടെ, ഹൊറൈസ് പ്ലങ്കറ്റ് എന്നിവരായിക്കോട്ടെ, ഇവരെ എല്ലാം വ്യൂ പോയിന്റിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിസിനസ് ഫോം, ഇറ്റ്സ് എ ബിസിനസ് എന്റർപ്രൈസ്. അതൊരു എക്കണോമിക് ഓർഗനൈസേഷനാണ്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഓർഗനൈസേഷനാണ്. ആ എക്കണോമിക് ഓർഗനൈസേഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ്, ആ മെമ്പർമാർക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻക്രിമെന്റ് അപ്ഡേറ്റ്സുകൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് എന്നാണ് ഷൂൾസ് ഡെലിസ്, റൈഫിസൺ ആൻഡ് ഹൊറൈസ് പ്ലങ്കറ്റ് ഈ 3 കോപ്പറേറ്റേഴ്സിന്റെയും വ്യൂ പോയിന്റിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഓർഗനൈസേഷനാണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. ആ ബിസിനസ് ഓർഗനൈസേഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ്, അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അഡ്വാൻസുകൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എഗ്രിമെന്റുകൾ അതുണ്ടാവും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കൊണ്ടൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ, കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂളിലെ ഫേമസ് കോപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ഹൊറൈസ് പ്ലങ്കറ്റും റൈഫിസണും ഷൂൾസ് ഡെലിസ് എന്ന ഈ 3 ആളുകളും കോർപ്പറേഷനെ നോക്കിക്കാണുന്നത് ഈ ഒരു രീതിയിലാണ്. അവര് 3 പേരെയും കോട്ട് ചെയ്തുകൊണ്ട് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂള്, കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂളിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അതിങ്ങനെയാണ് പറയുന്നത്. അവർ കാണുന്ന വ്യൂ ഇതാണ്: കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരിക്കലും വരില്ല എന്നുള്ളതാണ് ഷൂൾസ് ഡെലിസും അതേപോലെ തന്നെ റൈഫിസണും
ഹൊറേസ് പ്ലങ്കറ്റ് എന്ന ഫേമസ് കോപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ട്സ് പറയുന്നത്, കോപ്പറേഷൻ എന്ന് പറയുന്നത് അവരിങ്ങനെ തന്നെ പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി. ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറാൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കൊണ്ട് സാധിക്കില്ല. അവരുടെ വ്യൂ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെ? കോപ്പറേഷൻ എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്റർപ്രൈസ് ആണ്, അതല്ലെങ്കിൽ അതൊരു എക്കണോമിക് ഓർഗനൈസേഷൻ ആണ്, അതല്ലെങ്കിൽ അതൊരു ഓർഗനൈസേഷൻ ആണ്. ആ ഓർഗനൈസേഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന് അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എക്കണോമിക്കലായിട്ടുള്ള ചെറിയ ഇൻക്രിമെന്റുകൾ ഉണ്ടാകും എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് കോപ്പറേഷൻ എന്നുള്ളത് ഇല്ല. കോപ്പറേഷൻ ജസ്റ്റ് എ ബിസിനസ് എന്റർപ്രൈസ്. ഇതാണ് കോപ്പറേറ്റീവ് യാർഡ്സ്റ്റിക് സ്കൂളിലെ, കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളിലെ സ്കൂൾ ഓഫ് തോട്ടുകളുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നു. ഫൈനലി അവർ പറയുന്നത് ഇതാണ്, അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് അവർ പറയുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് ദ ഡോമിനന്റ് economic institutions of the country. Cooperative societies are not the dominant economic institutions of the country. ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറാൻ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് കോപ്പറേറ്റീവ് യാർഡ്സ്റ്റിക് സ്കൂളിലെ, കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളിലെ ഷൂൾസ് ഡെലിസ്, റൈഫിസൺ, ഹൊറേസ് പ്ലങ്കറ്റ് എന്ന് പറയുന്ന ഫേമസ് കോപ്പറേറ്റീവ്സിന്റെ വ്യൂ പോയിന്റിൽ കോപ്പറേഷൻ എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറാൻ കോപ്പറേഷനെ കൊണ്ട് സാധിക്കില്ല എന്നതാണ്. ഞാൻ ആദ്യം ഈ 3 സ്കൂൾ ഓഫ് തോട്ടുകളും നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് തരികയാണ്. അതിനുശേഷം നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ നോട്ട്സ് വായിക്കാം. ഇപ്പൊ നിങ്ങൾ ഈ 3 തോട്ട്സുകളെയും 3 വ്യൂ പോയിന്റുകളെയും നിങ്ങളൊന്ന് നോക്കിക്കാണുക. അത് 3 നിങ്ങൾ നോക്കിക്കാണെന്ന് പറയുന്നില്ല, ആദ്യത്തെ 2 എണ്ണം തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്കൊരു മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മൾ കോപ്പറേഷന്റെ സ്കൂൾ ഓഫ് തോട്ടുകളെ കുറിച്ച്, തത്വചിന്തകന്മാരായിട്ടുള്ള കോപ്പറേഷനിലെ ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സിന്റെ ചില വ്യൂ പോയിന്റ്സ് അനുസരിച്ച് 3 ക്ലാസിഫിക്കേഷൻ നടത്തി. കട്ടായി പോകുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. അപ്പൊ നോക്ക്. ഓൾമോസ്റ്റ് ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഈ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്റർ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ, ഈ ക്ലാസ്സിൽ ഒരിക്കലും നമുക്ക് ഫർണിഷ്ഡ് വേർഡ്സിനെ എക്സാം പോയിന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വരിക. ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതല്ലെങ്കിൽ ഒന്നാമത്തെ എക്സ്പ്ലനേഷന് കറക്റ്റ് വേർഡ്സ് ആണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ ഒരു കമ്പാരിസൺ മോഡിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനെ നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് സ്റ്റഡി, ബൈഹാർട്ടാക്കുക, കാണാപ്പാഠം പഠിക്കുക. ഡിറ്റക്ഷൻ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ബൈഹാർട്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് ബൈഹാർട്ടാക്കി എടുക്കാൻ കഴിയില്ല. ഈ വ്യൂ പോയിന്റ്സുകളെ, അതുപോലെ തന്നെ കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റലിസം എന്താണ്, സോഷ്യലിസം എന്താണ് എന്നൊരു ടോട്ടൽ ഓവറോൾ ഐഡിയോളജി ഉണ്ടാക്കുക എന്നല്ലാതെ ഒരിക്കലും ഇതിൽ ബൈഹാർട്ട് സ്റ്റഡി ഒരിക്കലും നടക്കില്ല. നമ്മൾ NHB ആയിക്കോട്ടെ, NDDB ആയിക്കോട്ടെ, NCDC ആയിക്കോട്ടെ, IFCO ആയിക്കോട്ടെ, ക്രിപ്കോ ആയിക്കോട്ടെ, അതിനകത്തൊക്കെ നമുക്ക് ആ ഒരു ചാപ്റ്ററിനെ മുഴുവനായിട്ടും ബൈഹാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം അതിൽ നിന്ന് ചോദിക്കുന്നത് ഇത്രയൊക്കെയാണ്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതൊരു എസ്സേ ടോപ്പിക്കാണെന്ന് നമുക്ക് പറയാം, എവിടെ നിന്നും ചോദ്യം വരാം. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോപ്പറേഷന്റെ വ്യത്യസ്ത രീതിയിലുള്ള തോട്ടുകളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പലതരത്തിലുള്ള തോട്ട്സുകളെയും 3 ചുരുക്കിയിട്ടുണ്ട്. 3 സ്കൂൾ ഓഫ് തോട്ടുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്കൂൾ ഓഫ് തോട്ടാണ്
കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ, അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂൾ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളിനെ തന്നെയാണ് കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്ന ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഷൂൾസ് ഡെലിസ്, റൈഫിസൺ ആൻഡ് ഹൊറൈസ് പ്ലങ്കറ്റ്, ഈ പറയപ്പെടുന്ന കോപ്പറേറ്റേഴ്സ് ആണ്. ഇവരുടെ ഒരു വ്യൂ പോയിന്റിൽ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫോം ആണ്, അതല്ലെങ്കിൽ ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ ആണ്. ആ എക്കണോമിക് ഓർഗനൈസേഷനകത്തുള്ള മെമ്പേഴ്സ്, ആ മെമ്പർമാർക്ക് എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികമായ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാകും എന്നതിനപ്പുറം ഒരിക്കലും അവരെന്ത് കാണുന്നില്ല, അതിനേക്കാൾ മികച്ച ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ എല്ലാവരെയും മാറ്റിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ് കോപ്പറേഷൻ എന്നൊന്നും അവർ പറയുന്നില്ല. അവർ ജസ്റ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ ആണ്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പർമാര് അവർക്ക് ഒരു വെൽവിഷൻ ഉണ്ടാവുക, അവർക്കൊരു പ്രോഗ്രസ് ഉണ്ടാവുക എന്നതിനപ്പുറത്തേക്ക് കോപ്പറേഷൻ കൊണ്ടൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് ഹൊറൈസ് പ്ലങ്കറ്റും ഷൂൾസ് ഡെലിസും അതേപോലെ തന്നെ റൈഫിസൺ എന്നിവരും കോപ്പറേഷനെ നോക്കി കാണുന്നത്. ഫൈനലി അവരുടെ ഒപ്പീനിയൻ അവരിങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എങ്ങനെ? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരിക്കലും ആവാൻ സാധിക്കില്ല ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറാൻ ഒരിക്കലും കോപ്പറേഷൻ കൊണ്ട് സാധ്യമല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ്. മറ്റൊരു ടൈപ്പ് സ്കൂൾ ഓഫ് തോട്ട്സ് വരുന്നുണ്ട്. രണ്ടാമത്തെ ടൈപ്പ് സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്നത്, രണ്ടാമത്തെ സ്കൂൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളാണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളിലെ കോപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ, ചാൾസ് ഗെയ്ഡ്, TW മേഴ്സർ, GW റസൽ, ഈ പറയപ്പെടുന്ന നാലാളുകളാണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടില്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഈ സ്കൂളിൽ 4 ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സ് ആണ്. റോബർട്ട് ഓവന്, ചാൾസ് ഗെയ്ഡ്, അതേപോലെ തന്നെ TW മേഴ്സർ, GW റസൽ, 4 ആളുകൾ. ഒന്ന് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളിൽ വരുന്ന ഓരോ ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സ് നോക്കിക്കോളൂ. ഒരാൾ റോബർട്ട് ഓവൻ, മറ്റൊരാൾ പറയുന്നത് ചാൾസ് ഗെയ്ഡ്, മറ്റൊരാൾ പറയുന്നത് TW മേഴ്സർ, മറ്റൊരാൾ GW റസൽ. ഈ 4 ആളുകളുടെയും വ്യൂ പോയിന്റില് അവരുടെ വ്യൂ പോയിന്റ് എന്താണെന്ന് അറിയാം നിങ്ങള്? അവര് ബിലീവ് ചെയ്യുന്നു, അവര് വിശ്വസിക്കുന്നുണ്ട്. എന്ത്? ഇൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ക്യാപിറ്റലിസം ബൈ കോപ്പറേഷൻ. ക്യാപിറ്റലിസത്തിന്, മുതലാളിത്തത്തിന്, ക്യാപിറ്റലിസത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ, ക്യാപിറ്റലിസത്തിന് ഒരു പകരക്കാരൻ ഉണ്ടെങ്കിൽ അത് കോപ്പറേഷൻ ആണ്. ചിന്തിക്കുന്ന ആളുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. റോബർട്ട് ഓവനാണ് ഫാദർ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്ന റോബർട്ട് ഓവൻ. ചാൾസ് ഗിഡ് ഓർ ചാൾസ് ഗെയ്ഡ് നമ്മളെ ഫ്രഞ്ച് എക്കണോമിസ്റ്റും കോപ്പറേറ്ററുമായിട്ടുള്ള കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. TW മേഴ്സർ ആൻഡ് GW റസൽ, ഇവരൊക്കെ കോപ്പറേഷനുമായിട്ട് വളരെയധികം അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആളുകളോ അവരും കോപ്പറേഷനുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നവരാണ്. എന്നിരുന്നാലും കോപ്പറേഷനാണ് എല്ലാം. ക്യാപിറ്റലിസത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കോപ്പറേഷൻ ആണ് എന്ന് വിശ്വസിക്കുന്ന 4 ആളുകളാണ് ഇവര്. അവരെ സ്കൂൾ ഓഫ് തോട്ടിനെയാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ എന്ന് പേരിട്ടിട്ടുള്ളത്. അവരവിടെ മാത്രം നിർത്തിയില്ല, അവർ അതിനുശേഷം പറയണത്, അവര് പറയാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ ബിലീവ്സ് ഇൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ക്യാപിറ്റലിസം ബൈ കോപ്പറേഷൻ. ക്യാപിറ്റലിസത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കോപ്പറേഷനിലൂടെയാണ്. സോ ദാറ്റ്, അതുകൊണ്ട് സൊസൈറ്റി മേ ബി, കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബി റീസ്ട്രക്ചേർഡ് ആൻഡ് റീഫാഷൻഡ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കൊണ്ട്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കൊണ്ട് ഒരു എൻറ്റയർ സൊസൈറ്റിയെ റീസ്ട്രക്ചർ ചെയ്യുവാനും റീഫാഷൻ ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളിലെ കോപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. അവർ പറയാണ് ക്യാപിറ്റലിസത്തിന് പകരം മറ്റൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കോപ്പറേഷനാണ്.
ഒരു സൊസൈറ്റിയെ മുഴുവനായിട്ടും റീസ്ട്രക്ചർ ചെയ്യാൻ, റീഫാഷൻ ചെയ്യാൻ കോർപ്പറേഷനെ കൊണ്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു ടീമാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളിലുള്ളത്. ഇപ്പൊ നമ്മള് സ്കൂൾ ഓഫ് തോട്ടുകളെ 3 സ്കൂളുകളായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. അതിൽ 2 സ്കൂളുകൾ പഠിച്ചു. അതൊന്ന് കമ്പയർ ചെയ്താൽ തന്നെ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും. ഒന്നാമത്തെ സ്കൂളിൽ നമ്മൾ പറഞ്ഞത് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ, കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂൾ. അതിൽ പറഞ്ഞ ഫേമസ് കോപ്പറേറ്റർ ആണ് ആരൊക്കെ? ഷൂൾസ് ഡെലിസ്, അതേപോലെ തന്നെ ഹൊറേസ് പ്ലങ്കറ്റ്, റൈഫിസൺ. ഇവരുടെ വ്യൂ പോയിന്റിൽ ഇവർ പറയുന്നത് എന്താണ്? കോർപ്പറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് എന്റർപ്രൈസ് ആയിട്ട്, ഡോമിനന്റ് എക്കണോമിക് സിസ്റ്റം ആയിട്ട് മാറാൻ കോർപ്പറേഷനെ കൊണ്ട് സാധിക്കില്ല. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്റർപ്രൈസ് ആണ്. ആ ബിസിനസ്സിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന് ചില എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്നതിനപ്പുറം കോർപ്പറേഷനെ കൊണ്ടൊന്നും സാധ്യമല്ല എന്നുള്ളതാണ് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ, കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂളിലുള്ള കോപ്പറേറ്റേഴ്സ് ചിന്തിക്കുന്നത്. അവിടുത്തെ തത്വചിന്തകന്മാര്, അവിടുത്തെ ചിന്തകന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെയാണ് ചിന്തിച്ചു പോയത്. എന്നാൽ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട്സിലെ ടീം, അവരുടെ ചിന്ത എന്താണ്? അതിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്? അതിൽ വരുന്ന ആളുകൾ ഞാൻ പറഞ്ഞു, റോബർട്ട് ഓവൻ, അതുപോലെ തന്നെ ചാൾസ് ഗെയ്ഡ്, ദെൻ T.W. മെർസർ ആൻഡ് G.W. റസൽ. ഇവരുടെ വ്യൂ പോയിന്റിൽ എന്താണ്? കോർപ്പറേഷൻ ആണ് എല്ലാം. ഒരു രാജ്യം എന്നല്ല, എല്ലാത്തിനും പകരം വെക്കാൻ, ഒരു രാജ്യത്തെ തന്നെ മാറ്റിമറിക്കാൻ, ഒരു സൊസൈറ്റിയെ തന്നെ റീസ്ട്രക്ചർ ചെയ്യാൻ, റീഫാഷൻ ചെയ്യാൻ കോർപ്പറേഷൻ മതി എന്ന് ചിന്തിക്കുന്നവരാണ് ഇവര്. അവര് ബിലീവ് ചെയ്യാണ്, അവര് വിശ്വസിക്കുന്നത് തന്നെ എന്താണ്? അവർ വിശ്വസിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ബൈ കോർപ്പറേഷൻ, അത് കോർപ്പറേഷനിലൂടെയാണ്. സോ ദാറ്റ് സൊസൈറ്റി മേ ബി റീസ്ട്രക്ചേർഡ്. അതുകൊണ്ട് സൊസൈറ്റിയെ നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും ആൻഡ് റീഫാഷൻ ചെയ്യാൻ പറ്റും. അവരുടെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ചിന്തകന്മാരാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളിൽ. അവരുടെ ഒപ്പീനിയൻ അവർ ഔട്ട് ചെയ്തത് എങ്ങനെയാണ് അവർ ഔട്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയോ? അവരുടെ ഒപ്പീനിയൻ പറയുന്നത് ആൻ എക്കോണമി, ഒരു സാമ്പത്തിക സിറ്റുവേഷൻ, ഒരു എക്കോണമി, ഒരു ചുറ്റുപാട് വേർ പ്രൈവറ്റ് എന്റർപ്രൈസ് കൊണ്ട് നടക്കുന്ന ഒരു എക്കോണമി ഈസ് ട്രാൻസ്ഫോംഡ് ടു സെക്കൻഡറി പൊസിഷൻ. പ്രൈവറ്റ് മുതലാളിമാര് ക്യാപിറ്റലിസം കുത്തകയാക്കി വെച്ചിട്ടുള്ള ഒരു എക്കോണമിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എങ്ങോട്ട്? സെക്കൻഡറി പൊസിഷൻ, രണ്ടാമത്തെ ഒരു പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. വൈൽ എന്നിട്ടോ ദ കോപ്പറേറ്റീവ് ബിക്കം ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡോമിനന്റ് ആയിട്ട് മാറാൻ കോർപ്പറേഷനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ പറയുന്നത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ പറയാണ് എക്കോണമി വേർ പ്രൈവറ്റ് എന്റർപ്രൈസ്, ഒരു പ്രൈവറ്റ് എന്റർപ്രൈസ് കൈയാളുന്ന ഒരു എക്കോണമി ഈസ് ട്രാൻസ്ഫോംഡ് ടു എ സെക്കൻഡറി പൊസിഷൻ. അതിനെ മാറ്റം വരുത്താൻ പറ്റും രണ്ടാമത്തെ ഒരു തലത്തിലേക്ക്. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് അവരെ മാറ്റാം. വൈൽ എന്നിട്ടോ മാറ്റിയിട്ടോ വൈൽ ദ കോപ്പറേറ്റീവ് ബിക്കം ദ ഡോമിനന്റ് എക്കണോമിക് പൊസിഷൻ. എന്നിട്ട് കോപ്പറേറ്റീവ്സിനെ ഡോമിനന്റ് എക്കണോമിക് പൊസിഷൻസിലേക്ക് മാറ്റി തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടും തമ്മിലുള്ള വൈരുദ്ധ്യം മനസ്സിലായി. ഒരു ടീം പറയാണ് ഒരു കൺട്രിയുടെ ഡോമിനന്റ് എക്കണോമിക് സിസ്റ്റമായിട്ട് മാറാൻ കോർപ്പറേഷനെ കൊണ്ട് സാധിക്കില്ല. മറ്റൊരു ടീം പറയാണ് കോർപ്പറേഷൻ ആണ് എല്ലാം, ക്യാപിറ്റലിസത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ ആണ്. കോർപ്പറേഷൻ കൊണ്ട് ഒരു സൊസൈറ്റിയെ തന്നെ റീസ്ട്രക്ചർ ചെയ്യാനും റീഫാഷൻ ചെയ്യാൻ സാധിക്കും. ഒരു എക്കണോമിക് സിസ്റ്റത്തിന്റെ ഡോമിനന്റ് പൊസിഷനിൽ കോർപ്പറേഷൻ വരും എന്നുള്ളതാണ് ഒരുത്തൻ പറയുന്നത്. ഇപ്പൊ രണ്ടും രണ്ട് വ്യൂ പോയിന്റ് ആണ്. സോ അതുകൊണ്ടാണ് കോപ്പറേറ്റീവ്സിന്റെ സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് നമ്മൾ പറയുന്നത് 3 ടൈപ്പ് സ്കൂൾ ഓഫ് തോട്ട്സുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ, അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂൾ ആണ്. മറ്റൊന്ന് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ ആണ്. കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് ഓർ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളിലെ ഫേമസ് കോപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് റൈഫിസൺ, ഷൂൾസ് ഡെലിസ്, ഹൊറേസ് പ്ലങ്കറ്റ്. ദെൻ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ, ആ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളിലെ ഫേമസ് കോപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ, ചാൾസ് ഗെയ്ഡ് ആൻഡ് T.W. മെർസർ ആൻഡ് G.W. റസൽ. രണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനിയും പറയാം, ഞാൻ എന്തായാലും പറയും, നിങ്ങൾക്ക് അറിയാം. എന്നാലും ചോദിക്കുകയാണ്, സംഭവം മനസ്സിലായോ? ആശയം നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടി ഓർ കിട്ടിയില്ല എന്നും പറയാം. കിട്ടിയിട്ടുണ്ട്. സബിത പറയണോ എനിക്ക് കിട്ടി. ഹരിത ഓക്കെ, ജാസ്മിൻ ഓക്കെ, ഗുഡ് ഓക്കെ, ഓൾമോസ്റ്റ്. ഓരല്ലോ, എന്ത് പറ്റി? കിട്ടിയിട്ടില്ല എന്നുള്ളതിലാണ് നിൽക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ഞാൻ പറഞ്ഞത്. കോപ്പറേറ്റീവ്സിനെ കാണുന്ന ഒരു വേ അല്ലേ, അത് 2 രീതിയിലല്ല 3 രീതിയിലുണ്ട്. 3 സ്കൂൾ ഓഫ് തോട്ടുകളുണ്ട്. അതിലെ 2 സ്കൂൾ ഓഫ് തോട്ടുകൾ നമ്മൾ പറഞ്ഞു. ഒരു ടീം പറയുന്നു കോപ്പറേഷൻ ആണ് എല്ലാം, മറ്റൊരു ടീം പറയുന്നു കോപ്പറേഷനെ കൊണ്ട് എല്ലാം ആയി തീരാൻ പറ്റൂല, കോപ്പറേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ആണ്, ഒന്നുമല്ല, ചെറുത് എന്തൊക്കെയുണ്ട് എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് കോപ്പറേഷൻ ആയിട്ടില്ല. ഒരു ടീം പറയണ കോപ്പറേഷൻ ആണ് എല്ലാം, ക്യാപിറ്റലിസത്തിന് പകരക്കാരനുണ്ടെങ്കിൽ അത് കോപ്പറേഷൻ ആണ്. നമുക്കറിയാം, റോബർട്ട് ഓവൻ ഫാദർ ഓഫ് കോപ്പറേഷൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ. കോപ്പറേഷന്റെ പിതാവ് എന്ന് പറയുന്നത് റോബർട്ട് ഓവൻ ആണ്. റോബർട്ട് ഓവൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് കോപ്പറേഷൻ ഉള്ളത് എന്ന് നമുക്ക് പറയാം. സോ അവരങ്ങനെ ചിന്തിച്ചല്ലേ പറ്റുള്ളൂ, കോപ്പറേഷൻ ആണ് എല്ലാം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളും അങ്ങനെ ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കേരള ബാങ്ക് ആണ് എൻ്റെ ജീവിതത്തിന്റെ എല്ലാം എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരെ തിരിച്ച് ഇത് ജസ്റ്റ് ഒരു പാർട്ട്, മറ്റും PSC ഒക്കെ ഉണ്ട്, വേറെ കുറെ ജോലിയൊക്കെ ഉണ്ട്, അതിന്റെ ഒരു പാർട്ടായിട്ട് ഇതും കൂടെ ഒന്ന് ശ്രമിക്കാം എന്ന് റൈഫിസനെ പോലെ, അതേപോലെ തന്നെ ഹൊറേസ് പ്ലങ്കറ്റിനെ പോലെ, ഷൂൾട്ടലിസിനെ പോലെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അതല്ല, നിങ്ങൾ റോബർട്ട് ഓവനെ പോലെ, അതേപോലെ തന്നെ GW റസലിനെ പോലെ, TW മേഴ്സറിനെ പോലെ, ചാൾസ് ഗിഡിനെ പോലെ നിങ്ങൾ ചിന്തിക്കുകയാണ് ഇതാണ് എല്ലാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ടും കിട്ടും. നിങ്ങൾ എന്ത് നിങ്ങളെ മനസ്സിൽ കരുതുന്നുവോ അതായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന റിസൾട്ട് എന്ന് പറയാറില്ലേ നമ്മൾ. അതൊന്നും ആരും വന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് വേണ്ട, അങ്ങനെയാണ് അതിന്റെ കാര്യം. നിങ്ങൾ നാളെ ഉണ്ടാക്കുന്ന ഫുഡിൽ ഉപ്പ് കൂടും എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി നോക്ക്, ഉപ്പോട് ഉപ്പേക്കാരം. അത് മനുഷ്യന്റെ ചിന്ത എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, എനിവേ എന്താവട്ടെ, കോപ്പറേറ്റീവ്സിന്റെ സ്കൂൾ ഓഫ് തോട്ട്സുകളെ കുറിച്ചാണ് പറയുന്നത്. 2 സ്കൂൾ ഓഫ് തോട്ട്സിനെ കുറിച്ച് പറഞ്ഞു. 3ാമത്തെ സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ഞാൻ ഒരിക്കൽ കൂടെ പറയാം. 1ാമത്തെ സ്കൂൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ, അതല്ലെങ്കിൽ കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂൾ എന്നുള്ളതാണ്. അവരെങ്ങനെയാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്? കൺസിഡർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവർ പരിഗണിക്കുന്നു ആസ് ആൻ എക്കണോമിക് ഇൻസ്ട്രുമെന്റ്, ഒരു സാമ്പത്തികമായ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട്, ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് ഫർദർനെസ് ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ആ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിലെ മെമ്പർമാരുടെ എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടി, എക്കണോമിക് സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ എന്ത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ ആണ്. ആ എക്കണോമിക് ഓർഗനൈസേഷനകത്തുള്ള മെമ്പർമാർക്ക് സാമ്പത്തികമായ ഇൻക്രിമെന്റ് ഉണ്ടാവും എന്നതിനപ്പുറം അവർ മറ്റൊന്നും കാണുന്നില്ല. ആ സെയിം സംഭവമാണ് ആ നോട്ടിൽ അവർ പറഞ്ഞത്. എന്ത്, കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ, ആൾസോ നോൺ ആസ് ദ കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂൾ, കൺസിഡർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അവരൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പരിഗണിക്കുന്നു. എങ്ങനെയാ പരിഗണിക്കുന്നത്? ആസ് ആൻ എക്കണോമിക് ഇൻസ്ട്രുമെന്റ്. അതൊരു എക്കണോമിക് ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് അവർ പരിഗണിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആ എക്കണോമിക് ഇൻസ്ട്രുമെന്റ് ആയിട്ട് അവർ പരിഗണിക്കുന്നത്? ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് ഫർദർനെസ് ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിലെ എക്കണോമിക് മെമ്പേഴ്സിന്, അല്ലെങ്കിൽ അതിലെ മെമ്പേഴ്സിന് എക്കണോമിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. കോപ്പറേറ്റേഴ്സ് ലൈക്ക് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളിലെ, കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂളിലെ കോപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഷൂൾസ് ഡെലിസ്, റൈഫിസൺ ആൻഡ് ഹൊറേസ് പ്ലങ്കറ്റ് എക്സെട്ര ബിലോങ് ടു ദിസ് സ്കൂൾ ഓഫ് തോട്ട്. ഈ സ്കൂൾ ഓഫ് തോട്ടിൽ നിലകൊള്ളുന്ന സ്കൂൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു തത്വചിന്തകന്മാർ എന്ന് പറയുന്നത് ഷൂൾസ് ഡെലിസും റൈഫിസണും ഹൊറേസ് പ്ലങ്കറ്റുമാണ്. ഇൻ ദെയർ ഒപ്പീനിയൻ, അവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി. അപ്പൊ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളിൽ, കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂളിൽ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ എക്സാമിന് ഓർത്തു വെക്കേണ്ടത് എന്താണ്? നിങ്ങൾ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളിനെ കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂൾ എന്ന് വിളിക്കുന്നുണ്ടെന്ന് ഓർത്തു വെക്കുക. ആ കോപ്പറേറ്റീവ് യാർഡ് സ്റ്റിക്ക് സ്കൂളിൽ, എന്റർപ്രൈസ് സ്കൂളിലെ ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റേഴ്സ്, അവരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം.
അതോടൊപ്പം നിങ്ങൾ അവരെ വ്യൂ പോയിന്റ് മനസ്സിലാക്കണം. ഒരു കൺട്രിയുടെ ഡോമിനന്റ് എക്കണോമിക് പൊസിഷൻ ആയിട്ട് മാറാൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളാണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളില് എന്താ പറയുന്നത് നോക്കുക. ദ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ ബിലീവ്സ്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളുകൾ ബിലീവ് ചെയ്യുന്നു ഇൻ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ക്യാപിറ്റലിസം, ക്യാപിറ്റലിസത്തിന് ഒരു പകരക്കാരൻ ബൈ കോപ്പറേഷൻ, കോപ്പറേഷനിലൂടെ. സോ ദാറ്റ് ദ സൊസൈറ്റി, അതുകൊണ്ട് ഒരു സൊസൈറ്റിയെ മേ ബി റീസ്ട്രക്ചേർഡ് ആൻഡ് റീഫാഷൻഡ്, ഒരു സൊസൈറ്റിയെ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും, റീഫാഷൻ ചെയ്യാൻ പറ്റും. റീഫോമിസ്റ്റ് ലൈക്ക് കോപ്പറേറ്റീവ് കോമൺവെൽത്തില് ഒരു സൊസൈറ്റിയെ റീഫോം ചെയ്യുന്ന, റീസ്ട്രക്ചർ ചെയ്യുന്ന റീഫോമിസ്റ്റ് ആരൊക്കെയാ? റോബർട്ട് ഓവൻ, ചാൾസ് ഗിഡ്, T.W. Mercer, G.W. Russell, etc. are the important persons of this group of thought. ഈ രീതിയിൽ ചിന്തിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആണ് റോബർട്ട് ഓവനും ചാൾസ് ഗിഡും T.W. Mercerും G.W. റസലും. ദിസ് സ്കൂൾ ഇൻവെസ്റ്റിഗേറ്റ് ഓർ ദിസ് സ്കൂൾ ഓഫ് ഒപ്പീനിയൻ ആൻഡ് എക്കോണമി, ഒരു സാമ്പത്തികമായ ശാസ്ത്രം, ഒരു എക്കോണമി, ഒരു സാമ്പത്തികമായ ഒരു സ്രോതസ്, അതല്ലെങ്കിൽ ഒരു ചുറ്റുപാട്. വേർ പ്രൈവറ്റ് എന്റർപ്രൈസ്, അവിടെ എല്ലാം പ്രൈവറ്റ് എന്റർപ്രൈസ് ആണ്, കുത്തക മുതലാളിമാരാണ്. അതായത് ക്യാപിറ്റലിസം ഈസ് ട്രാൻസ്ഫോംഡ്, അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ടു എ സെക്കൻഡറി പൊസിഷൻ, രണ്ടാമത്തെ ഒരു പൊസിഷനിലേക്ക്. വൈൽ ദ കോപ്പറേറ്റീവ് ബിക്കം ദ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രൈവറ്റ് എന്റർപ്രൈസിനെ സെക്കൻഡറി പൊസിഷനിലേക്ക് മാറ്റിയിട്ട് ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡോമിനന്റ് ആയിട്ട് മാറാൻ കോപ്പറേറ്റീവ്സിനെ കൊണ്ട് സാധിക്കും. While the cooperative become the dominant economic institutions എന്നാ പറയുന്നത്. സോ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ, കോപ്പറേറ്റീവ് എന്റർപ്രൈസ് ഓർ കോപ്പറേറ്റീവ് യാർഡ്സ്റ്റിക് സ്കൂൾ, അതിലെ ഫേമസ് ആയിട്ടുള്ള കോപ്പറേറ്റീവ്സിനെ ഓർത്തു വെക്കണം. മൂന്നാമത്തെ സ്കൂൾ ഓഫ് തോട്ട്, മൂന്നാമത്തെ സ്കൂൾ ഓഫ് തോട്ട് ആരാണ്? അത് കുറച്ചും കൂടെ സിമ്പിൾ ആണ്. മൂന്നാമത്തെ സ്കൂൾ ഓഫ് തോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ദെൻ അതോടൊപ്പം വളരെ സിമ്പിളും ആണ്. ദ സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ, സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ, സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ മൂന്നാമത്തെ സ്കൂൾ ഓഫ് തോട്ട് ആണ് സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ. അവന്മാര് ചിന്തിക്കുന്ന എന്താ? സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ ചിന്തിക്കുന്ന എന്താ കേട്ടോ? വ്യൂസ് ഓഫ് കോപ്പറേഷൻ. അവര് കോപ്പറേഷനെ കാണുന്നത് ആസ് എ വെപ്പൺ, ഒരു ആയുധമായിട്ടാണ്. സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂളിന്റെ ടീം കോപ്പറേഷനെ കാണുന്നത് എങ്ങനെയാ? ആസ് എ വെപ്പൺ, ഒരു ആയുധമായിട്ടാണ്, ഒരു വെപ്പൺ ആയിട്ടാണ്. കണ്ടോ? View cooperation as a weapon for the development of socialist thought. സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ, സോഷ്യലിസ്റ്റ് ചിന്ത കൊണ്ടുവരാൻ പറ്റുന്ന, വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൂൾ ആയിട്ടാണ് ആരെ കാണുന്നത്? കോപ്പറേഷനെ കാണുന്നത്. ദ സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ വ്യൂസ് കോപ്പറേഷൻ ആസ് എ വെപ്പൺ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യലിസ്റ്റ് തോട്ട്. സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പൺ ആയിട്ടാണ് സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ എന്ത് കാണുന്നത്? കോപ്പറേഷനെ കാണുന്നത്. അവിടെ മാത്രം നിർത്തിയില്ല, എന്നിട്ട് അവർ തുടർന്ന് പറയാണ്, അങ്ങനെ ഞങ്ങൾ സോഷ്യലിസ്റ്റ് തോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പൺ ആയിട്ട് കോപ്പറേഷനെ കാണുകയും ഫൈനലി ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് ദ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്, എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിനെ യാഥാർത്ഥ്യമാക്കും. അപ്പൊ സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂളിന്റെ ടീം കുറച്ചും കൂടെ കടന്ന ടീമാണ്. അവര് പറയണത് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഞങ്ങളൊരു വെപ്പൺ ആയിട്ടാണ് കാണുന്നത്, അതിൽ നിന്ന് ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് തോട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂളിലെ ടീം. കോപ്പറേറ്റീവ് സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ വ്യൂസ് കോപ്പറേഷൻ ആസ് എ വെപ്പൺ. കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ആയുധമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള വെപ്പൺ ആണ്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യലിസ്റ്റ് തോട്ട്. സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്പൺ ആണ്. ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് ദ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്, എന്നിട്ട് അതിൽ നിന്ന് ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിനെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. റെവല്യൂഷണറീസ്, അത്തരത്തിൽ ചിന്തിക്കുന്ന വിപ്ലവാത്മകമായ നേതാക്കൾ ആരാണ്? സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂളിലെ റെവല്യൂഷണറീസ്, വിപ്ലവാത്മകമായി ചിന്തിക്കുന്ന നേതാക്കന്മാർ ആരാണ്? ലൈക്ക് കാരൽ മാക്സ് ആൻഡ് ലെനിൻ. കാരൽ മാക്സും ലെനിനുമാണ്. കാരൽ മാക്സും ലെനിനുമാണ്. അപ്പൊ സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ എന്ന് പറയുന്നത് കോപ്പറേഷനെ ഒരു വെപ്പൺ ആയിട്ട് കാണുന്നു. കോപ്പറേഷൻ ഒരു വെപ്പൺ ആയിട്ടാണ് അവർ കാണുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള വെപ്പൺ? ജനങ്ങൾക്കിടയിൽ സോഷ്യലിസ്റ്റ് തോട്ടിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വെപ്പണാണ്. അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്പണായിട്ടും കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്? കോപ്പറേഷനെ കാണുന്നത്.
അത്തരത്തിൽ ചിന്തിക്കുന്ന റെവല്യൂഷണറീസ്, വിപ്ലവാത്മകമായ നേതാക്കന്മാരാരാണ്? കാരൽ മാക്സും ലെനിനുമാണ്. കാരൽ മാക്സ് ആൻഡ് ലെനിൻ ബിലോങ് ടു ദിസ് സ്കൂൾ. സ്കൂളിൽ ബിലോങ് ചെയ്യുന്ന ആളുകൾ ഇവർ രണ്ടുപേരുമാണ്, കാരൽ മാക്സും ലെനിനുമാണ്. ലെനിൻ ഒബ്സർവ്, ലെനിന്റെ ഒബ്സർവേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ലെനിൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കോർപ്പറേഷനെ കുറിച്ച്. ലെനിന്റെ ഈ ഒബ്സർവേഷൻ മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. ലെനിന്റെ ഈ ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്താൽ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിലും ലെനിന്റെ ഒബ്സർവേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലെനിന്റെ ഒബ്സർവേഷൻ എങ്ങനെയാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ഹെൽപ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ആൻഡ് ഫൈനലി ടു കമ്മ്യൂണിസം. ഒന്ന് വേഗത്തിൽ വായിച്ചു പോയത്, എഴുതിയെടുക്കാൻ പറ്റില്ല എന്നുള്ള ഫീലിംഗ് വേണ്ട. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് ലെനിന്റെ ഒബ്സർവേഷൻ വരുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ക്യാൻ ഹെൽപ്പ്, അവരെ സഹായിക്കുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സഹായിക്കുന്നു. എന്തിനാണ്? ക്യാൻ ഹെൽപ്പ് ദ ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപമാറ്റത്തിന് സഹായിക്കുന്നു. Cooperative societies can help the transformation. Cooperative society ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി സഹായിക്കുന്നു. എത്രത്തോളം? ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം, ക്യാപിറ്റലിസത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സഹായിക്കുന്നു. ആൻഡ് ഫൈനലി, അതിന്റെ അവസാനം ടു കമ്മ്യൂണിസം, കമ്മ്യൂണിസത്തിലേക്ക്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ഹെൽപ്പ് ദ ട്രാൻസ്ഫോർമേഷൻ from capitalism to socialism and finally to communism. Cooperative societies can help the transformation from capitalism to socialism and finally to communism. Transformation, അല്ലെ? കോപ്പറേറ്റീവ് സൊസൈറ്റി സഹായിക്കാൻ. എന്തിനാ സഹായിക്കുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ഹെൽപ്പ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ആൻഡ് ഫൈനലി ടു കമ്മ്യൂണിസം. അല്ലെ? ക്യാപിറ്റലിസത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കും സോഷ്യലിസത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വെപ്പണാണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ലെനിന്റെ ഒബ്സർവേഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ഹെൽപ്പ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ആൻഡ് ഫൈനലി ടു കമ്മ്യൂണിസം. അങ്ങനെ നമ്മൾ കോർപ്പറേഷൻ ബേസ് ചെയ്തിട്ടുള്ള 3 സ്കൂൾ ഓഫ് തോട്ടുകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോർപ്പറേഷന്റെ വ്യത്യസ്തമായ ഡെഫിനിഷനുകളാണ്, അല്ലെ? നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഓരോ ടോപ്പിക്കിലേക്ക് പോകുമ്പോഴും ആദ്യം എടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാറുണ്ട്, പഠിച്ച് മനസ്സിലേക്ക് ഫീഡ് ചെയ്യാറുണ്ട്. അത് ഇവിടെയും നടക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലേക്ക് ഫീഡ് ചെയ്യേണ്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾ? 3 സ്കൂൾ ഓഫ് തോട്ടുകൾ. ഒന്ന് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ, കോപ്പറേറ്റീവ് യാർഡ്സ്റ്റിക് സ്കൂൾ. രണ്ടാമത്തേത് ഏതാ? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ. മൂന്നാമത്തേത് ഏതാ? സോഷ്യലിസ്റ്റ് എന്റർപ്രൈസ് സ്കൂൾ, സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ. സോഷ്യലിസ്റ്റ് എന്റർപ്രൈസ് ഒന്നുമില്ല, സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂൾ. സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂളിലെ റിവല്യൂഷണറീസ്, അതല്ലെങ്കിൽ അവിടുത്തെ മെയിൻ നേതാക്കന്മാർ എന്ന് പറയുന്നത് ലെനിനും കാരൽ മാക്സും ആണ്. കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളില്, കോപ്പറേറ്റീവ് യാർഡ്സ്റ്റിക് സ്കൂളിൽ ആരാണ്? അവിടെ വരുന്ന ഷൂൾസ് ടെറിസും റൈഫിസണും ഹൊറേസ് പ്ലങ്കറ്റും ആണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്തിൽ ആരൊക്കെയാ വരുന്നത്? റോബർട്ട് ഓവൻ ആണ്. അതേപോലെ തന്നെ TW മെർസൽ ആൻഡ് GW റസൽ ആൻഡ് ചാൾസ് ഗെയ്ഡ്. ഇവരാണ് നിങ്ങൾ ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓരോ സ്കൂൾ ഓഫ് തോട്ടിന്റെ പേരും അതിൽ വരുന്ന ഫേമസ് കോപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളും പിന്നെ അവരെന്താണ് പറഞ്ഞെന്നുള്ളതിന്റെ ഒരു വ്യൂ പോയിന്റും. ആ ലെനിന്റെ ഒബ്സർവേഷൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ലെനിന്റെ ഒബ്സർവേഷൻ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ഹെൽപ്പ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ആൻഡ് ഫൈനലി ടു കമ്മ്യൂണിസം എന്നുള്ളതാണ്. മറക്കരുത് കേട്ടോ. ലെനിന്റെ ഒബ്സർവേഷൻ ഒരിക്കലും നിങ്ങൾ എക്സാമിന് വരുന്നതാണ്. സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂളിൽ വരുന്ന 2 ആളുകളാണ്, ഒന്ന് ലെനിനും കാരൽ മാക്സും ആണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്തിൽ വരുന്ന ഓപ്ഷൻ റോബർട്ട് ഓവൻ ആണ്, ചാൾസ് ഗെയ്ഡ് ആണ്, TW മെർസൺ ആണ്, GW റസൽ ആണ്. അവരൊരു വ്യൂ പോയിന്റിൽ കോപ്പറേഷൻ ആണ് എല്ലാം. അതായത് ഒരു പ്രൈവറ്റ് എക്കണോമിക് എന്റർപ്രൈസിനെ സെക്കൻഡറി പൊസിഷനിലേക്ക് എത്തിക്കാനും അതോടൊപ്പം ഒരു എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡോമിനന്റ് പൊസിഷൻസിൽ എത്താനും കോർപ്പറേഷനെ കൊണ്ട് സാധിക്കുന്നു. കോർപ്പറേഷൻ ആണ് എല്ലാം എന്ന് ചിന്തിക്കുന്നവരാണ് ആര്? നമ്മുടെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളിലെ റോബർട്ട് ഓവനും ചാൾസ് ഗെയ്ഡും TW മെർസലും GW റസലും. അവരുടെ വ്യൂ പോയിന്റ് ക്യാപിറ്റലിസത്തിന് ഒരു പകരക്കാരനുണ്ടെങ്കിൽ അത് കോർപ്പറേഷൻ ആണ്. കോർപ്പറേഷൻ എന്ത് ചെയ്യുന്നു? ഒരു സൊസൈറ്റിയെ റീസ്ട്രക്ചർ ചെയ്യുന്നു, റീഫാഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു ഓപ്ഷൻ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് ഓർ യാർഡ്സ്റ്റിക് സ്കൂളാണ്. അതിൽ അവർ പറയുന്നത്
കോർപ്പറേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ ആണ്, അതല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അതിലെന്തേയുള്ളൂ ആ എക്കണോമിക് ഓർഗനൈസേഷൻ അതിലുള്ള മെമ്പേഴ്സിന് ബെനിഫിറ്റബിൾ ആവുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അഥവാ അവർ പറഞ്ഞത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ നോട്ട് ദ ഡോമിനന്റ് എക്കണോമിക് പൊസിഷൻസ് ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് പൊസിഷനായിട്ട് മാറാൻ ആരെ കൊണ്ട് സാധിക്കില്ല? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂളിനെ കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ കോർപ്പറേഷനെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂളിൽ, കോപ്പറേറ്റീവ് ആർട്സ്റ്റിക് സ്കൂളിൽ പറയുന്നത്. ഷൂൾസ്റ്റെലിസും റൈഫിസണും ഹൊറസ് പ്ലങ്കറ്റും ആണ് അതിലെ ഫേമസ് കോപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ 3 സ്കൂൾ ഓഫ് തോട്ടുകളും മനസ്സിലായി, അതിലുള്ള 3 ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ മനസ്സിലായി, അവർ പറഞ്ഞ വ്യൂ പോയിന്റ് മനസ്സിലായി എന്നുള്ള ആളുകൾ മാത്രം ജസ്റ്റ് നോക്കിയേ പറയാം. അല്ല ആർക്കെങ്കിലും ഞാൻ റിവിഷൻ ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്യണമെങ്കിൽ ഞാൻ റിവൈസ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ എത്തിയുള്ളത്. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ മക്കൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ എല്ലാവരും കാണുന്നത് നിങ്ങളെല്ലാവരും കേരള ബാങ്കിൽ എത്തുക എന്നുള്ളതാണ്. സോ അതിനു വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്നോട് ഡൗട്ട്സ് ചോദിക്കും. സെറ്റാണ് ഓർ നോട്ട് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോ. എന്തായാലും ഞാൻ ഫീ എല്ലാവരോടും ചോദിക്കും, ഒരു ഡൗട്ടും വേണ്ട. അതുകൊണ്ട് ആരും എന്ത് ചെയ്യണ്ട, ആർക്കും ഞാനിവിടെ ഫ്രീ ആയിട്ട് ആരും പഠിപ്പിക്കണില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞുതരാൻ തയ്യാറാണ്, ഒരു ടെൻഷനും വേണ്ട. എനിക്കത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുന്നുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്കുണ്ട്. ആ കോൺഫിഡൻ്റ് ആണ് എന്നെ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ ഇരുത്തുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും പരിപാടിയൊക്കെ ഇല്ലേ, ഇതൊക്കെയാണല്ലോ എല്ലാവർക്കും. അപ്പൊ ഇനി ആരാ പറയാ, ആരൊന്ന് ഈ 3 ഒന്ന് ക്ലിയർ ആയിട്ട് പറയുന്ന ആരാ? ആർക്കും പറയാം, ഞാൻ പേര് വിളിച്ചിട്ട് വേണ്ട. സാറ് പിന്നെ 2 ദിവസമായിട്ട് പേര് വിളിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പരാതി വരുന്നുണ്ട്. മക്കളെ ഞാൻ ഓരോ ദിവസം ആരെ പറഞ്ഞേച്ച് പറയുന്ന പറഞ്ഞില്ലേ, ചാടിക്കേറി പറയ്, തെറ്റിക്കോട്ടെ. അപ്പൊ നമ്മള് പറഞ്ഞേ എന്നാ പറഞ്ഞോളൂ. ആരാ? കോപ്പറേറ്റീവ് സ്കൂൾ ഓഫ് തോട്ട്സ് സ്കൂൾ ഓഫ് തോട്ട്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് ഒന്ന് കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർട്സ്റ്റിക് സ്കൂള്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന മെയിൻ കോപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് റൈഫൈസൺ, ഷൂൾസ്, ഹൊറൈസ് പ്ലങ്കറ്റ് എന്നിവരാണ്. ഇവരുടെ വ്യൂ ഓഫ് പോയിന്റിൽ പറയുന്നത് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു എക്കണോമിക് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അതിലെ മെമ്പേഴ്സിന് ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ മാത്രം കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കണ്ടു. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാൻ പറ്റില്ല എന്നാണ് അവരുടെ വ്യൂ ഓഫ് പോയിന്റിൽ ഈ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ പറയുന്നത്. രണ്ടാമത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂള്. അതിനകത്തുള്ള കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് റോബർട്ട് കോവനും ചാൾസ് ഗൈഡും CW റസൽ എന്നിവരാണ്. അവരുടെ വ്യൂ ഓഫ് പോയിന്റിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ ഒരു ക്യാപിറ്റലിസ്റ്റിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കോർപ്പറേഷൻ കാണാം. അങ്ങനെയാണ് അവരങ്ങനെ വിശ്വസിക്കുന്നത്. അതായത് പ്രൈവറ്റ് എന്റർപ്രൈസ് കുത്തകയാക്കി വെച്ചിരിക്കുന്ന ക്യാപിറ്റലിസത്തിനെ ഒരു സെക്കൻഡറി പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് കോർപ്പറേഷന് ഇത് കണ്ടുപിടിയുടെ ഡോമിനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കാൻ പറ്റും എന്നാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ പറയുന്നത്. മൂന്നാമത് സോഷ്യലിസ്റ്റ് കോപ്പറേറ്റീവ് സ്കൂളാണ്. അതിനകത്ത് കോപ്പറേറ്റീവ്സ് ആയിട്ട് വരുന്നത് കാറൽ മാർക്സും ലെനിനുമാണ്. അവര് പറയുന്നത് കോർപ്പറേഷനെ ഒരു വെപ്പൺ ആയി കണ്ടു. സോഷ്യലിസ്റ്റ് തോട്ട്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പൺ ആയിട്ട് കോർപ്പറേഷനെ കണ്ടു. അവര് പറയുന്ന ഉദ്ദേശത്തില് ഇങ്ങനെ കാണുന്നതുകൊണ്ട് കോർപ്പറേഷനെ നമുക്ക് ഒരു സോഷ്യലിസ്റ്റിക് സ്റ്റേറ്റ് ആക്കിയിട്ട് ഫൈനലി റിയലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് അവര് പറയുന്നത്. പിന്നെ ലെനിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ക്യാപിറ്റലിസത്തിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ, ക്യാപിറ്റലിസം സോഷ്യലിസ്റ്റിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് പിന്നീട് കമ്മ്യൂണിസമായിട്ടും ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും. യെസ്, ഗുഡ് സബിത. എല്ലാ പ്രാവശ്യവും സബിത അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പലപ്പോഴും വളരെ നല്ല രീതിയിൽ നല്ല പ്രസൻറ്റേഷൻ ആയിട്ടുണ്ട്. ഇപ്പോഴും സെയിം പറയേണ്ടതില്ല. ഇനി ആരാ അടുത്ത പറയുന്നത്? കഴിഞ്ഞിട്ടില്ല കേട്ടോ, ആരും ലെഫ്റ്റായി പോകാൻ നിൽക്കണ്ട. അടുത്ത ഒരു ഡെഫിനിഷൻസും കൂടെ പറഞ്ഞിട്ടേ പോവാവൂ കേട്ടോ. ഇവിടെയൊക്കെ തന്നെ കാണണം എല്ലാവരും. അടുത്ത ആരാ? സബിതക്കൊരു കോമ്പറ്റീഷൻ ഫീൽഡ് വരാൻ പറ്റിയ ആരും ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിക്കാൻ പറഞ്ഞു തുടങ്ങിക്കോ. ഹലോ പറയൂ, ഇനി എന്തൊരു ഹലോ പറഞ്ഞോളൂ.
ഒരു സ്കൂൾ ഓഫ് തോട്ടായിട്ടാണ് കോർപ്പറേഷനെ തിരിച്ചിരിക്കുന്നത്. അത് ഒന്നാമത്തേതാണ് കോഓപ്പറേറ്റീവ് എന്റർപ്രൈസ് സ്കൂൾ, മറ്റൊരു പേരാണ് കോഓപ്പറേറ്റീവ് യാഡ്സ്റ്റിക് സ്കൂൾ എന്ന് പറയുന്നത്. ഇതിൽ ഫേമസ് ആയിട്ടുള്ള കോർപ്പറേറ്ററാണ് റായ്ഫിസൺ, ഷൂൾസ്, ഹൊറൈസ് പ്ലാങ്കറ്റ്. ഇവരുടെ വ്യൂ പോയിന്റിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഓർഗനൈസേഷൻ ആണ്. ഈ ഓർഗനൈസേഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സുകൾക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഒരു ഇൻക്രിമെന്റ് ഉണ്ടാകുക എന്നല്ലാതെ ഒരു രാജ്യത്തിന്റെ ഡോമിനന്റ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറാൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കില്ല എന്നാണ് ഈ ഫേമസ് ആയിട്ടുള്ള കോഓപ്പറേറ്ററുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് കോഓപ്പറേറ്റീവ് കോമൺവെൽത്ത്